ഘാട്ട എന്ന ഗ്രാമത്തിലെ ഒരു ഗ്രാമീണൻ അടുത്തുണ്ടായിരുന്ന ഒരു നദിയിലേക്ക് വന്നതാണ്. എന്തിനാ വന്നതെന്നല്ലേ? അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവൻ മത്സ്യബന്ധനത്തിന് വന്നതാണെന്നല്ലേ? അല്ല, മത്സ്യത്തെ പിടിക്കാനല്ല വന്നിരിക്കുന്നത്. അവൻ സ്വർണം എടുക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതെ, നദിയിലൂടെ ഒഴുകുന്ന മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ തരികൾ അരിച്ചു പെറുക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ആ യുവാവ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതാണ് അവൻ്റെ ഉപജീവന മാർഗം. അവൻ അവൻ്റെ ജോലിയിൽ അങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന വനത്തിൽ നിന്നുകൊണ്ടാണ് ആ മഞ്ഞ കണ്ണുകൾ അവനെ സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഒരവസരത്തിന് വേണ്ടി ചിലപ്പോൾ കാത്തു നിന്നതായിരിക്കാം. എപ്പോഴാണോ ആ യുവാവ് കരയിലേക്ക് പ്രവേശിച്ചത്, ആ സമയം തന്നെ അയാളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പിറകിലൂടെ പതിയെ പമ്മി പമ്മി ആ കടുവ വന്നിരിക്കണം. അവൻ്റെ മുകളിലേക്ക് ചാടി വീണിരിക്കണം. അവൻ്റെ കഴുത്തിലേക്ക് കൂർത്ത കോമ്പലുകൾ ഇറക്കിയിരിക്കണം. അവനെ കൊന്നു വലിച്ചിഴിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ആ വനത്തിനുള്ളിലേക്ക് പോയിരിക്കണം. പിറ്റേന്ന് നേരം പുലർന്ന സമയം ഗ്രാമത്തിൽ നിന്നും 2-3 ആളുകൾ അവനെ തിരക്കി ഈ നദിയുടെ തീരത്തേക്ക് വന്നിരുന്നു. അങ്ങനെ നദിയുടെ തീരത്തേക്ക് വന്നപ്പോൾ അവർ കണ്ടത് അവിടെ ഉപേക്ഷിക്കപ്പെട്ട അവൻ്റെ സാധനങ്ങളും ചെരുപ്പുകളും തുണികളുമെല്ലാമാണ്. അതിൻ്റെ അടുത്ത് നിന്നും രക്തക്കറയും രക്തത്തിൻ്റെ ചാലും അവർ കണ്ടു. അതിനു പുറമേ മറ്റൊന്നുകൂടി അവർ കണ്ടു. ആ നദിയുടെ കരയിൽ പതിഞ്ഞിരിക്കുന്ന കടുവയുടെ കാലടയാളങ്ങൾ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് വേട്ടക്കാരൻ ധാമിയുടെ ഒരു കഥയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ധാമിയുടെ ഒരു കഥ പറയുന്നത്. ഇത് ചെറിയൊരു വേട്ടക്കഥയാണ്. അതിസാഹസികമായി വേട്ടയാടിയ കഥയൊന്നുമല്ല. വളരെ സിമ്പിളായി അദ്ദേഹം ഒരു കടുവയെ വേട്ടയാടിക്കൊന്നതിൻ്റെ കഥയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കഥകൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൺ കഥകളിലൂടെ. ബാർദിയാർ വനത്തിൻ്റെ 70% ഭാഗവും സാൽ മരങ്ങൾ നിറഞ്ഞ കൊടുങ്കാടാണ്. ബാക്കി ഭാഗങ്ങളിലാണ് നല്ല ഉയരമുള്ള ആനപ്പുല്ലുകളും നദീതീര വനങ്ങളും ചതുപ്പുകളും സവ എന്ന ഒരു തരം പുൽമേടുകളും കാണപ്പെടുന്നത്. കർണോലി നദിയും ബാബായി നദിയും ഈ വനത്തിലൂടെയാണ് ഒഴുകുന്നത്. ചില സ്ഥലങ്ങളിൽ പുല്ലിൻ്റെ വലിപ്പം എന്നത് 3 മുതൽ 4 മീറ്റർ വരെ ഉയരം കാണും. ഈ ഭാഗങ്ങളിൽ കടുവകൾക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ സാഹചര്യവുമുണ്ട്. ഈ വനത്തിൻ്റെ അതിരിൽ താമസിക്കുന്ന ആളുകൾ കൂടുതലും തരൂ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവരുടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടും തടി കൊണ്ടുമെല്ലാമാണ്. അതിൻ്റെ മേൽക്കൂരയാകട്ടെ പുല്ലുകൾ ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള ഈ ഗ്രാമത്തിന് ചുറ്റും വലിയ കൃഷിയിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗവും കൃഷിയാണ്. നെൽകൃഷി, കടുക് കൃഷി, വലിയ കരിമ്പും തോട്ടങ്ങൾ എന്നിവയെല്ലാമാണ് അവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം. അതിനു പുറമെ കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, പിന്നെ കാട്ടിലേക്ക് തേൻ ശേഖരിക്കുവാനും ഔഷധങ്ങളും വിറകളും ശേഖരിക്കുവാനും കാട്ടുപഴങ്ങൾ പറിക്കുവാനും പോകുന്നവർ വേറെ. മറ്റു ചിലരാകട്ടെ നദീതീരങ്ങളിലേക്ക് പോയി സ്വർണം കലർന്ന മണ്ണ് അരിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് വിറ്റ് ജീവിക്കുന്നവരുമുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ പല തട്ടിൽ നിൽക്കുന്നവരും പല രീതിയിലും ജീവിക്കുന്നവരുമെല്ലാം നിറഞ്ഞതാണ് ആ ചെറിയ ഗ്രാമം. അങ്ങനെയുള്ള ആ ചെറിയ ഗ്രാമത്തിൻ്റെ പേരാണ് ഘാട്ട. നേപ്പാളിൻ്റെ ബാർദിയാൽ വനത്തിൻ്റെ അതിരിൽ ജീവിക്കുന്ന ഈ ഗ്രാമവാസികൾക്ക് വന്യമൃഗങ്ങളെ കാണുക എന്നത് സാധാരണ സംഭവമാണ്. കാരണം വനത്തിൻ്റെ അരികിലാണ് അവർ ജീവിക്കുന്നത്. ആനകളും പുലികളും കടുവകളും എല്ലാം ഇവരുടെ ഗ്രാമത്തിലേക്ക് വരാറുണ്ട്. ബാർദിയാർ വനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏഷ്യൻ കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഒറ്റക്കൊമ്പൻ റൈനുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനു മുന്നേ ചെയ്ത കഥകളിലും നമ്മൾ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യം നടന്ന ആ കൊലപാതകം നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. ആദ്യമൊക്കെ ഗ്രാമത്തിലെ ആളുകൾ കരുതിയിരുന്നത് ഇത് സാധാരണയായി സംഭവിച്ച അല്ലെങ്കിൽ ഒരു അപകട മരണം മാത്രമായിട്ടാണ്. ഇതിന് പിന്നിലെ കാര്യങ്ങളോ ഇനിയും മുന്നോട്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. നദിയുടെ തീരത്തേക്കും നദിയിലേക്കും അവൻ പോയി അവൻ്റെ ജോലിക്ക് വേണ്ടി. എന്നാൽ നദിയിലേക്ക് വെള്ളം കുടിക്കുവാൻ വന്ന ഒരു കടുവ അവനെ ആക്രമിച്ച് കൊലപ്പെടുത്തി.
ഈ ഒരു കഥയായിരുന്നു ആ ഗ്രാമത്തിലെങ്ങും ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത്. അവരുടെ കണ്ണിൽ ഇത് വെറുമൊരു അപകട മരണം മാത്രമായിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവർ വിസ്മരിച്ചു പോയി. ഇതിന് പിന്നിൽ ഒരു നരഭോജിയുടെ കരങ്ങളുണ്ടോ എന്ന്. എന്നാൽ ഈ ഒരു സംശയം അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഒട്ടുമുണ്ടായിരുന്നില്ല. കാരണം അവർ കരുതിയിരുന്നത് ഇതൊരു അപകടമരണം മാത്രമായിട്ടാണ്. എന്നാൽ അവരുടെ മൂപ്പർ, അതായത് ആ ഗ്രാമത്തലവന് ഇതൊരു അപകടമരണമായി കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു. ഈ രഹസ്യം താൻ ആരോടും പങ്കുവയ്ക്കുവാനോ പറയുവാനോ പോയില്ല. ബാക്കിയുള്ളവർ ശാന്തമായ ജീവിതം നയിക്കട്ടെ എന്ന് അയാൾ ഒരുപക്ഷെ കരുതി കാണണം. എന്നാൽ കൃത്യം പറഞ്ഞാൽ 3-4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ആദ്യത്തെ കൊലപാതകം നടന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കൊലപാതകം കൂടെ അവിടെ അരങ്ങേറി. നേരം പുലർന്ന സമയം ഗ്രാമത്തിൽ നിന്നും 10-20 കന്നുകാലികളടങ്ങുന്ന ഒരു ചെറിയൊരു സംഘത്തെ നയിച്ചുകൊണ്ട് ഒരിടയൻ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. വൈകുന്നേരമായിട്ടും അയാൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയില്ല. മടങ്ങിയെത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് സംശയം തോന്നി. അവർ അടുത്തുള്ള ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അവനെപ്പറ്റി തിരക്കി. ഇതുവരെ അവൻ മടങ്ങി വന്നില്ലേ എന്ന് തന്നെയായിരുന്നു അവർക്കും ചോദിക്കാനുണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടി ഗ്രാമത്തലവനെ കാണുവാൻ പോയി. നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തോടും പറഞ്ഞു. സമയം രാത്രിയായിരിക്കുന്നു. ഇതുവരെ വനത്തിലേക്ക് മേയ്ക്കുവാൻ പോയ കന്നുകാലികളോ അവനോ ഇതുവരെയും ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. അവൻ രാവിലെ പോകുന്നത് എല്ലാവരും കണ്ടതാണ്. ഇനിയിപ്പോൾ അവൻ എവിടെയാണ് പോയത്? അവിടെ കൂടി നിന്ന ഗ്രാമീണരിൽ ഒരാൾ ചോദിച്ചു, ഇനിയിപ്പോൾ അവന് വനത്തിൽ വഴിതെറ്റി കാണുമോ? ഗ്രാമത്തലവൻ പറഞ്ഞു, അതിന് അവൻ ഇവിടേക്ക് പുതുതായിട്ട് വന്ന ആളല്ല. അവൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഇവിടെയാണ്. കാട്ടിലെ ഓരോ ഇടവഴികളും അവന് കാണാപ്പാടമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവന് വഴിതെറ്റി കാണില്ല. ഇത് മറ്റെന്തോ ആണ്. അവനെന്തോ അപകടം പറ്റിയിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഗ്രാമത്തലവൻ അവരോട് പറഞ്ഞു. ബന്ധുക്കൾ തികഞ്ഞ നിരാശയിലായി. എങ്കിലും അവർ പ്രതീക്ഷ കളഞ്ഞില്ല. നേരം പുലരുമ്പോൾ തന്നെ ഒരു സംഘം ആളുകളെയും കൊണ്ട് അവൻ മേയ്ക്കുവാൻ പോയ സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ആ വനത്തിൽ 70% വനമാണ്. സാൽ മരങ്ങൾ നിറഞ്ഞ കൊടുങ്കാട്. ബാക്കിയുള്ളിടത്ത് ചതിപ്പും ആനപ്പുല്ലുകളും മറ്റു വലിയ പുൽമൈതാനികളുമുണ്ട്. ഇവിടങ്ങളിലേക്കെല്ലാമാണ് ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളൊരു പുൽമേട്, അവൻ സ്ഥിരമായി പോകുന്ന പുൽമേട് ഗ്രാമത്തിലെ ആളുകൾക്ക് അറിയാമായിരുന്നു. നേരം പുലരുമ്പോൾ ഒരു സെർച്ച് സംഘവുമായി അവിടേക്ക് പോകാമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ആ ഗ്രാമം അന്നത്തെ രാത്രിയിൽ ഉറങ്ങിയില്ല. ഗ്രാമത്തിലെ ആരും തന്നെ ഉറങ്ങിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സിൽ ഉത്കണ്ഠകളേറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം നടന്ന കൊലപാതകം അവിടുത്തെ ആളുകൾ ഒരു അപകട മരണമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ രണ്ടാമത് ഇങ്ങനെ ഒരാളെ കാണാതായപ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യത്തെ മരണവും ഇപ്പോൾ രണ്ടാമത്തെ തിരോധാനവും തമ്മിൽ കൂട്ടി വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ഒരു അപകട മരണമല്ല, അതും ഒരു കൊലപാതകമായിരിക്കുവാനാണ് സാധ്യത. ഘാട്ട് എന്ന ഗ്രാമം തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറി. വനം വനത്തിൻ്റെതായ നിശബ്ദതയിലേക്കും. നമ്മൾ ഇതിനു മുന്നേയുള്ള കഥകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. രാത്രിയാണ് വനം ഉണരുന്നത്. മാംസഭോജികളായ മൃഗങ്ങൾ രാത്രികാലങ്ങളിലാണ് തൻ്റെ ഇര തേടി ഇറങ്ങുന്നത്. വനത്തിൻ്റെ ഏതോ ഭാഗത്തു നിന്നും അങ്ങകലിൽ നിന്നും ഒരു കേഴമാൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. മാംസഭോജിയായ ഏതോ ഒരു മൃഗം ഇര തേടാൻ ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. അങ്ങനെയുള്ള ആ കേഴമാൻ്റെ ശബ്ദം ഇടയ്ക്കിടെ ഒരു അലാറം വിളി പോലെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഗ്രാമത്തിൻ്റെ കവാടത്തിൽ നിന്നും ഒരു മുരൾച്ച, പതുങ്ങിയ സ്വരത്തിലുള്ള ഒരു മുരൾച്ച ഗ്രാമത്തിൽ പതുക്കെ മുഴങ്ങി. ഗ്രാമത്തിൻ്റെ വിജനമായി കിടക്കുന്ന വീഥികളിലൂടെ ഒരു മൃഗം പതിയെ നടന്നു പോകുന്നതിൻ്റെ ശബ്ദം അതിനരികിലെ കൂരകളിൽ താമസിച്ചിരിക്കുന്നവർക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുമായിരുന്നു. നേരം പുലർന്നപ്പോൾ ഗ്രാമത്തിലെ ഒരു നിവാസിയുടെ അനുഭവം അയാൾ പങ്കുവെക്കുകയുണ്ടായി. തൻ്റെ കൂരയുടെ സമീപത്തു നിന്നും ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം അയാൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞത്. അതും പറഞ്ഞത് മറ്റാരോടുമായിരുന്നില്ല, ഗ്രാമത്തലവനോട് തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, തലേന്ന് രാത്രിയിൽ കാണാതായ ഇടനെ തേടി ഒരു സെർച്ച് സംഘം അവിടെ രൂപപ്പെട്ടു എന്നും രാവിലെ അവനെ തേടി അവർ വനത്തിലേക്ക് പോകുമെന്നും. ആ സെർച്ച് സംഘത്തിൽ നിൽക്കുമ്പോഴാണ് ഗ്രാമത്തലവനോട് അയാൾ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ ഗ്രാമത്തലവൻ കേൾക്കാത്ത മട്ടിൽ അങ്ങനെ അവിടെ നിന്നു.
കാരണം മറ്റൊന്നുമല്ല, സെർച്ച് സംഘത്തിന് ഇപ്പോൾ പോകേണ്ടിയിരിക്കുന്നത് ആ വനത്തിനുള്ളിലേക്കാണ്. ഇങ്ങനെ എന്തെങ്കിലും അവിടെ പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചാൽ അവിടേക്ക് തിരിയാൻ പോകുന്നവരുടെ ഉള്ളിലും ഭയം കാണും. പലരും അതിൽ നിന്ന് പിന്മാറിയെന്നും വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രാമത്തലവൻ അങ്ങനെ ചെയ്തിരിക്കുക. അധിക സമയം വൈകാതെ 10-15 പേരടങ്ങുന്ന ആ വലിയ സംഘം ആളുകൾ ആ വനത്തിലേക്ക് ആ ഇടയനെ തേടി ഇറങ്ങി. അവരുടെ കൈവശം കമ്പികളും കമ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. വനത്തിലൂടെയും വനപാതയിലൂടെയും നീണ്ടു നിൽക്കുന്ന ആ യാത്ര ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരെ ആ വലിയ പുൽമേടിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിച്ചു. പുൽമേടിൻ്റെ അരികിലെത്തിയപ്പോൾ തന്നെ അവർക്ക് കാണുവാൻ സാധിച്ചത് ഇടയൻ്റെ പൈക്കൾ അവിടെ നിന്ന് മേയുന്ന കാഴ്ചയാണ്. പല പൈക്കളും പല ഭാഗത്തു നിന്നാണ് മേയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. അതിനെ നിയന്ത്രിക്കാനോ കൃത്യമായ വഴിയിലേക്ക് കൊണ്ടുവരുവാനോ ആരും ഇപ്പോൾ അവിടെയില്ല. ഇടയനില്ലാത്തത് കൊണ്ട് തന്നെ ഉൾവനങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമെല്ലാം പൈക്കൾ പോയിരിക്കുന്നു. കുറച്ച് പൈക്കൾ മാത്രമാണ് അവിടെയുള്ളത്. ബാക്കിയുള്ളവയെല്ലാം എവിടേക്കൊക്കെയോ പോയിരിക്കുന്നു. പതിയെ അവർ ആ പുൽമേടിലൂടെ നടന്നു. പുൽമേടിൻ്റെ അരികിലായി ഒരു വലിയ മരം കാണാൻ സാധിക്കും. സാധാരണയായി പൈക്കളെയെല്ലാം അവിടെ മേയാൻ വിട്ടിട്ട് ഇടയന്മാർ അവിടെയാണ് വന്നിരിക്കാറുള്ളത്. അവനും അവിടെ തന്നെയാണ് വന്നിരിക്കാൻ വഴിയുള്ളതും. അതുകൊണ്ട് തന്നെ ആ പുൽമേട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ ആ വലിയ മരത്തിൻ്റെ അരികിലേക്കെത്തി. അവിടേക്കെത്തിയവർക്ക് കൃത്യമായി കാണാൻ സാധിച്ചത് ഇടയൻ്റെ കയ്യിലുണ്ടായിരുന്ന പുളിവാറിൻ്റെ ഒരു വടിയും പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് മുഷിഞ്ഞ തുണിയും ചെരുപ്പും പിന്നെ തലേന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ പൊതിയുമായിരുന്നു. ആ ഭക്ഷണത്തിൻ്റെ പൊതി അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അതിനർത്ഥം ഉച്ചയ്ക്കും അയാൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പന്തികേട് തോന്നിയ ഗ്രാമത്തിൽ നിന്നും വന്ന ആ സെർച്ച് സംഘമുണ്ടല്ലോ, അവർ അവൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവിടെ ആകെ അവനെ തിരഞ്ഞു നടന്നു. കുറച്ചു ദൂരം തിരഞ്ഞപ്പോൾ തന്നെ ഒരു കാഴ്ച അവർ കണ്ടു. രക്തം നനഞ്ഞ കീറിയ ഒരു തുണ്ട് കഷ്ണം തുണിയായിരുന്നു അത്. ഗ്രാമത്തവൻ അപ്പോഴേക്കും അവിടെ ഓടി വന്നു. അത് പരിശോധിച്ചു. രക്തം തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഗ്രാമത്തവൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ആ പുൽമൈതാനിയുടെ കരയിൽ വെച്ച് തന്നെയാണ് അവർക്ക് ആ കീറിയ തുണിക്കഷ്ണം കിട്ടിയത്. അവിടെയെല്ലാം ഒന്ന് പരിശോധിച്ചപ്പോൾ ഗ്രാമത്തലവൻ കണ്ടത് ഒരു കടുവയുടെ ആഴത്തിൽ പതിഞ്ഞ പാടാണ്. പിന്നെ ശക്തമായ ആരെയോ വലിച്ചിടിച്ചുകൊണ്ട് ആ മൈതാനിക്കുള്ളിലേക്ക് കൊണ്ടുപോയ പാടും. അയാൾ കൈകൊണ്ട് മുറുക്കെ നിലത്ത് പിടിച്ചു കിടക്കുവാനും ഇഴഞ്ഞു മുന്നിലേക്ക് പോകുവാനും നോക്കിയതിൻ്റെ പാടുകൾ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പുൽമേടിൽ വെച്ച് ആ പാടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. തിരച്ചിൽ സംഘം ആ പുൽമേടിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഇലകളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തുള്ളികൾ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പാകണം ആ കടുവ അവനെ ആക്രമിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. എത്ര ദൂരം എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് യാതൊരു പിടുത്തവുമില്ല. പുൽമേടിന് നടുക്കുവെച്ച് അവർക്ക് എല്ലാ തെളിവുകളും നഷ്ടമായി. പിന്നീട് എവിടേക്കാണ് ആ കടുവ മനുഷ്യനെ വലിച്ചിടിച്ചു കൊണ്ടുപോയതെന്നോ എവിടെയിട്ടാണ് ഭക്ഷിച്ചതെന്നോ ഇനിയും ആ വലിയ പുൽക്കാടിനുള്ളിൽ തന്നെയാണോ അവൻ കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ കടുവ അതിൽ പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്കാർക്കും അറിയാൻ മേല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ അപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ ഗ്രാമത്തലവൻ പറഞ്ഞു. അതിനുശേഷം അവർ അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലെ ആളുകളോട് ഈ വിവരം പതിയെ വേണം പറഞ്ഞു മനസ്സിലാക്കാനെന്നും അവരെ പരിഭ്രാന്തരാക്കരുതെന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഗ്രാമത്തലവൻ ഓരോരുത്തർക്കും നൽകിയിരുന്നു. ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഓരോരുത്തരുടെയും ശ്രദ്ധ ചുറ്റുപാടുമുള്ള വനങ്ങളിലേക്കായിരുന്നു. എവിടെയെങ്കിലും ആ രാക്ഷസൻ പതുങ്ങിയിരിക്കുന്നുണ്ടോ, തങ്ങളെ ആക്രമിക്കുമോ എന്നെല്ലാം ചിന്തകളായിരുന്നു അവർക്കുള്ളിലുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സുരക്ഷിതമായി തന്നെ അവർ ഗ്രാമത്തിലെത്തിച്ചേർന്നു. ഗ്രാമത്തലവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം: ഇനി ആരൊക്കെയായിരിക്കാം ഈ ഗ്രാമത്തിൽ കൊല്ലപ്പെടാൻ പോകുന്നത്? ഇനിയും എങ്ങനെ ഈ കടുവയുടെ കയ്യിൽ നിന്നും എൻ്റെ ഈ ഗ്രാമത്തെ കരകയറ്റാം? അങ്ങനെയാണ് ദാമി എന്ന വേട്ടക്കാരൻ നമ്മുടെ ഈ കഥയിലേക്ക് വരുന്നത്. ദാമിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ബ്ലാക്കി എന്ന കറുത്ത കുതിരയെപ്പറ്റിയും ഇതിനെ മുന്നേ ചെയ്ത കഥകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായി പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ ഈ കഥകൾ കേട്ടവർക്ക് ദാമി ആരാണെന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന റൈഫിൾ ഏതാണെന്നും അറിയാം. അദ്ദേഹം ഉപയോഗിക്കുന്ന റൈഫിൾ 303 ബ്രിട്ടീഷ് എന്ന റൈഫിളാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിയതെന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ദാമിയുടെ ഒരു വേട്ടക്കഥ പറയുന്നത്. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഇനിയും കഥയിലേക്ക് പോകാം. ഗ്രാമത്തലവൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ ഗ്രാമം ഏറ്റവും വലിയ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം.
ഇതിനു മുന്നേയും നരഭോജികളായ കടുവകൾ തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനെയെല്ലാം ഈ ഗ്രാമത്തിലെ ആളുകൾ പ്രതിരോധിച്ചിട്ടുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ കൂട്ടുകാരനെ ഒരിക്കൽ കൂടി ഇവിടേക്ക് വിളിക്കാമെന്ന തീരുമാനത്തിൽ ഗ്രാമത്തലവൻ ചെന്നെത്തി. ദാമിയെ വിളിക്കണം. അയാളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കണ്ടെത്തണം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ അദ്ദേഹം കാണും. ബ്രിട്ടീഷുകാരുടെ സഹായമില്ലാതെ ഈ കടുവയെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനല്ലല്ലോ. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയെല്ലാമൊക്കെയോ അദ്ദേഹം എവിടെയാണെന്നുള്ള വിവരം അവർ ശേഖരിച്ചു. ഒരിക്കൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി അവർ ഗ്രാമത്തിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു. ഇവിടം വരെയാണ് ഗ്രാമത്തിൻ്റെ കഥ. ഇനിയും പറയുവാൻ പോകുന്നത് ദാമിയായിട്ടായിരിക്കും. ഞാൻ അതിൽ പറയുന്നത്. ഒരിക്കൽ ഗുഡക്കൂർ എന്ന കുന്നിൻ പ്രദേശത്തിൻ്റെ താഴ്വരയിൽ ക്യാമ്പ് നിൽക്കുമ്പോഴാണ് 2 പേർ എന്നെ കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തിയ വിവരം ഞാൻ അറിയുന്നത്. ആ സമയം ഞാൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തായിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞതോടെയാണ് ഞാൻ ക്യാമ്പിലേക്ക് എത്തിയത്. അപ്പോഴാണ് എന്നെ കാണുവാൻ വന്ന 2 പേർ അവിടെ കാത്തു നിൽക്കുന്നു എന്ന വിവരം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. ആരായിരിക്കും എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അവരെ കാണാൻ ചെന്നപ്പോൾ, അവരെ കണ്ടപ്പോൾ ആ സംശയം മാറി. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. ഘാട്ട് എന്ന ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവനാണ് അദ്ദേഹം. വന്ന പാടെ തന്നെ അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തെ മുഖത്തെ വെപ്രാളവും സങ്കടവും എനിക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യം തിരക്കി. എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? എന്താണ് കാര്യമെന്ന്. അദ്ദേഹം ഓരോന്നായി എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ക്യാമ്പിലെ ഒരു കസേരയിലേക്ക് ഇരുത്തി. അവർക്ക് പറയാനുള്ള കഥകളെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കേട്ടു. ഗ്രാമത്തിലേക്ക് കടുവ വന്നതും 2 പേരെ കൊന്നതും ഗ്രാമത്തിലെ ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണെന്നും അവിടുത്തെ കുട്ടികൾ ആരും തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നില്ലെന്നും എന്തിന് കൃഷിയിടത്തിലേക്ക് പോലും ആളുകൾ ഭയന്നുകൊണ്ട് പോകുന്നില്ലെന്നുമുള്ള വാർത്തകളായിരുന്നു അയാൾക്ക് എന്നോട് പറയുവാനുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു, 2ാമത്തെ കൊലപാതകം നടന്ന ശേഷം പിന്നെ എന്താണ് അവിടെ ഉണ്ടായത്? എന്തിനാണ് ആളുകൾ ഇത്രയും ഭയക്കുന്നത് എന്ന്. ഗ്രാമത്തിൻ്റെ കവാടത്തിലും ഗ്രാമത്തിലും വെച്ച് പലപ്പോഴായി ആ കടുവയുടെ സാന്നിധ്യം ആളുകൾക്ക് മനസ്സിലായതാണ്. ഗ്രാമത്തിൽ നിന്നും ആളുകളെ കൊണ്ടുപോയില്ല എന്ന് മാത്രം, ആളുകളെ മാത്രം. എന്നാൽ ഗ്രാമത്തിൽ നിന്നും 2-3 കന്നുകാലികളെ ഇതിനോടം തന്നെ ആ കടുവ പിടിച്ചുകൊണ്ടുപോയി. തടയുവാനോ ശബ്ദം കേട്ടാൽ ബഹളം വെച്ച് ഓടിച്ചെല്ലുവാനോ ആളുകൾക്ക് ഭയമാണ്. കാരണം സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു കടുവയാണത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ ഗ്രാമത്തിലേക്ക് വരാം. അതിനുള്ള പരിഹാരവും ഞാൻ കണ്ടെത്തിത്തരാം. എന്നാൽ നാളെ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകണ്ട. നാളെ നേരം പുലരുമ്പോൾ പോയാൽ മതി. നിങ്ങൾ ഇന്ന് യാത്ര ചെയ്താൽ നിങ്ങൾ രാത്രിയാകും ഗ്രാമത്തിലെത്താൻ. നരഭോജിയായ ഒരു കടുവ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമായിരിക്കും. ഞാൻ പറഞ്ഞതിനെ മറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഗ്രാമത്തിലെ അദ്ദേഹത്തിനായി ഒരു ടെൻറ്റ് ഞാൻ ഒരുക്കി കൊടുത്തു. അവിടെ അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി. നേരം പുലർന്ന് പ്രഭാത ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഗ്രാമത്തലവനും അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയ 2 ആൾക്കാരും തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങുവാൻ ഒരുങ്ങി. മടങ്ങുന്നതിന് മുന്നേ അവർക്ക് എന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ തന്നെ അങ്ങ് ഗ്രാമത്തിലേക്ക് എത്തണേ. ഈ കടുവയെ കൊന്നു തരണേ. ഇത് മാത്രമായിരുന്നു അവർക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത്. ഞാൻ തലകുലുക്കുക മാത്രമാണ് ചെയ്തത്. കാരണം എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ചില കാര്യങ്ങളുണ്ട്. അത് തീർത്തെങ്കിൽ മാത്രമേ എനിക്ക് അവരെ സഹായിക്കുവാൻ അവിടേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 7 ദിവസത്തെ അവധി എടുത്തുകൊണ്ട് വേണം അവിടേക്ക് യാത്ര ചെയ്യാൻ. കുറഞ്ഞത് 7 ദിവസമെങ്കിലും ആ ഗ്രാമത്തിൽ തങ്ങി വേണം നരഭോജിക്കുതിയനായ ആ കടുവയെ വേട്ടയാടുവാൻ. സമാധാനം, സാവധാനം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ആ കടുവയെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കടുവ നരഭോജിയായി തീരുമ്പോൾ അതിൻ്റെ ലക്ഷ്യം മനുഷ്യനാണ്. മനുഷ്യനെപ്പോലെ ചിന്തിക്കുവാനും തന്ത്രത്തിലൂടെ മനുഷ്യരെ കീഴ്പ്പെടുത്തുവാനും ഇതിനോടകം തന്നെ അത് പഠിച്ചിരിക്കാം. 4-5 ദിവസങ്ങൾക്ക് ശേഷം ഞാനും ആൽബർട്ട് എന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടി ഘാട്ട എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ 7 ദിവസത്തെ അവധി എടുത്തുകൊണ്ടാണ് ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ആൽബർട്ട് ഒരു നിസാരക്കാരനല്ല. അദ്ദേഹവും പല വേട്ടകളും നടത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലായിരുന്ന സമയത്ത് കടുവകളെയും പുലികളെയും ആനകളെയും അദ്ദേഹം വേട്ടയാടിയതിൻ്റെ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെയും കൂടി എൻ്റെ കൂടെ കൂട്ടിയത്, ഈ നരഭോജിയായ കടുവയെ വേട്ടയാടുവാൻ വേണ്ടി. ആൽബർട്ട് തികച്ചും അക്ഷമനായാണ് എൻ്റെ ഒപ്പം എൻ്റെ കൂടെ വരുന്നത്. ഇന്ന് കിട്ടിയാൽ ഇന്ന് വെടിവെക്കും എന്ന അവസ്ഥയിലാണ് അയാൾ. എന്നാൽ ഞാൻ അയാളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നിങ്ങൾ വനത്തിൽ കണ്ട കടുവകളെ പോലെയോ പുലികൾ പോലെയോ
അല്ലെങ്കിൽ ആനയെപ്പോലെയും അല്ല ഒരു നരഭോജിയായി തീർന്ന കടുവ. അതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്. അത് ഇത്രയും സൂക്ഷിച്ചായിരിക്കാം ഒരു ടെറിട്ടറിയിലേക്ക് കടന്നു വരിക. ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ഒരു കെണി വെച്ച് കാത്തിരിക്കുകയാണെങ്കിലും ആ കെണിയുടെ സമീപത്തേക്ക് ആ കടുവ കടന്നു വരുന്നത് അത്രയും തയ്യാറെടുപ്പോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ അത്രയും സൂക്ഷിച്ചായിരിക്കാം. തെറ്റായ ഒരു നീക്കം മതി ഒരുപക്ഷെ കടുവ അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോകാൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ ഘാട്ട എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ബാർദിയാർ എന്ന വിശാലമായ വനത്തിൻ്റെ അരികിലാണ് ഈ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ഗ്രാമത്തെപ്പറ്റി വിശദമായി ആൽബർട്ടിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ദൂരെ നിന്നും കുതിരയുടെ കുളമ്പടി കേട്ടുകൊണ്ടായിരിക്കാം ഗ്രാമത്തിലെ ആളുകളും ഗ്രാമത്തലവനും ഞങ്ങളെ കാത്ത് ഗ്രാമത്തിൻ്റെ കവാടത്തിൽ നിന്നത്. ഞങ്ങൾ വരുന്നത് കണ്ട് ആ ഗ്രാമത്തിൽ അന്ന് ആഘോഷമായിരുന്നു. കാരണം അവരുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ വരുന്ന രക്ഷകരായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ കയ്യിലും തോളിലും തോക്കുകളും ബാഗുകളും ഉണ്ടായിരുന്നു. കുതിര പതുക്കെ സഞ്ചരിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു. ആളുകൾ ആശ്ചര്യത്തോടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ആൽബർട്ടിന് എല്ലാം കൗതുകമാണ്. അദ്ദേഹം കൗതുകത്തോടെ ആ ഗ്രാമത്തിലെ ആളുകളെ നോക്കി. ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ നിന്നും അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരിക്കാം: നരഭോജിയായ കടുവയെ ഞങ്ങൾ തീർക്കും, അതിൻ്റെ കയ്യിൽ നിന്നും ഈ ഗ്രാമത്തെ മുക്തമാക്കുകയും ചെയ്യും. നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി അന്ന് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത് ഇതാണ്. സാധാരണയായി നരഭോജിയായ കടുവകൾ ഇറങ്ങുന്ന ഗ്രാമത്തിലേക്ക് ചെന്നാൽ ഗ്രാമം വിജനമായിരിക്കും. അവിടുത്തെ ആളുകളുടെ മുഖത്ത് ഭയവും പരിഭ്രാന്തിയായിരിക്കാം കാണുക. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത് തികച്ചും വിപരീതമായ ഒന്നാണ്. ആരുടെ മുഖത്ത് പരിഭ്രാന്തിയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതിന് കാരണക്കാരൻ ഈ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ തന്നെയായിരിക്കാം. കാരണം ഇതിനു മുന്നേയും ഇറങ്ങിയ 2-3 കടുവകളെ ഇതുപോലെ തന്നെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇതിനെയും കൊലപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ഗ്രാമത്തിലെ ആളുകൾക്ക് നല്ല പോലെ അറിയാമായിരിക്കാം. അതുമല്ല എങ്കിൽ ഗ്രാമത്തിൽ നിന്നും ഇതുവരെ കൊല്ലപ്പെട്ടത് 2 പേരാണ്. അത് 2 സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേത് സാഹചര്യമാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ ഒരു നരഭോജിയാണോ അതോ കന്നുകാലി പിടിയാനാണോ എന്ന് ഇവിടുത്തെ ആളുകൾക്ക് സംശയമുണ്ട്. എങ്കിലും കടുവയുടെ സാന്നിധ്യമോ കടുവയോ കണ്ടാൽ ആരും പുറത്തിറങ്ങാറില്ല. കുട്ടികളെപ്പോലും ഇപ്പോൾ പുറത്തിറക്കാറില്ല. സ്കൂളിൽ പോലും വിടാറില്ല. കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആളുകൾ കൂട്ടമായി മാത്രം യാത്ര ചെയ്തു. ഇതെല്ലാം കൊണ്ടായിരിക്കാം വീണ്ടും കടുവയുടെ ഒരു ആക്രമണം ഈ ഗ്രാമത്തിൽ അരങ്ങേറാഞ്ഞത്. അല്ലെങ്കിൽ അതൊരു കന്നുകാലി പിടിയനായിരിക്കാം. ഇതിൻ്റെ ഉത്തരം തേടിയാണ് ഞാൻ ഈ ഗ്രാമത്തിൽ ഇന്നെത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ രാത്രിയിൽ ഇവിടെ കഴിയാം. നാളെ തൊട്ട് ആ കടുവയെ തേടി ആ കടുവ ഇറങ്ങിയ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാം. ആദ്യ കൊലപാതകവും 2ാമത്തെ കൊലപാതകവും നടന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ നിന്നും തെളിവുകൾ ശേഖരിക്കാം. ആ കടുവയെ കണ്ടെത്താൻ ശ്രമിക്കാം. അവൻ്റെ താവളം ഈ വനത്തിൽ എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കാം. ഞങ്ങൾ പതിയെ കുതിരയുടെ പുറത്തുനിന്നും ഇറങ്ങി ഞാണിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരുന്ന ആ കുടിലിൻ്റെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ആൽബർട്ടിനോട് പറഞ്ഞു: ആൽബർട്ട്, ഇതാണ് എൻ്റെ സുഹൃത്തായ ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവൻ റാണ രഗ്വാഡ്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധമാണ്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നരഭോജിയായി തീർന്ന കടുവയെ വീഴ്ത്തുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമവും ഈ ഗ്രാമത്തിലെ ആളുകളും എനിക്ക് സുപരിചിതമാണ്. നമുക്കൊരു കുറവും ഇവിടെ വരില്ല. അതിന് ഇവർ അനുവദിക്കില്ല. എന്നിരുന്നാലും നമുക്ക് മുന്നിൽ ഒരുപാട് സമയമൊന്നുമില്ല. എത്രയും വേഗം ആ കടുവ എവിടെയാണെന്ന് കണ്ടെത്തണം, കൊല്ലണം, പോകണം. കുതിരയെ അടുത്തുണ്ടായിരുന്ന ഒരു തൊഴുത്തിലേക്ക് ഞങ്ങൾ മാറ്റിക്കെട്ടി. അവനെ സുരക്ഷിതമാണോ എന്ന് ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ കുടിലിനുള്ളിലെ ജനാലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ കുതിരയെ കാണുന്ന പാകത്തിനാണ് ഞങ്ങൾ കെട്ടിയിരിക്കുന്നത്. കാരണം നരഭോജിയായ കടുവ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ കുതിരയെ ആക്രമിച്ചാലോ എന്ന ഭയത്താലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇനിയും രാത്രിയിൽ കുതിരയെ ആക്രമിക്കുവാൻ വന്നാൽ ജനാലിലൂടെ തോക്ക് ചൂണ്ടി വെട്ടിവെക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങളെല്ലാം സജ്ജമാക്കിയതും. അങ്ങനെ സമാധാനമായി ഞങ്ങൾ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാനുള്ള ഭക്ഷണമായി വന്നു. അവരുടെ കുശലങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കുടിലിനുള്ളിലേക്ക് കയറുന്നത്. റാന്തലിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇരുവർക്കും കടക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കുടിലിനുള്ളിൽ അങ്ങനെ കിടന്നു. അർദ്ധരാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് കാണണം. അപ്പോഴാണ് കുതിരകൾ വല്ലാതെ കരയുവാൻ തുടങ്ങിയത്. ഞങ്ങൾ ചാടി എഴുന്നേറ്റു. നരഭോജിയായ കടുവ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നും കുതിരകളെ ആക്രമിക്കാനുള്ള പദ്ധതി കൂട്ടുകയാണെന്നും
ആൽബർട്ടിനോട് ഞാൻ പറഞ്ഞു. പതിയെ ഞങ്ങൾ റൈഫിലെടുത്തു. ജനാലക്കരികിലേക്ക് നടന്നെത്തി. ജനാലിലൂടെ കൃത്യമായി നോക്കി. കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അസ്വസ്ഥരാണ്. മുൻകാലുകൾ കൊണ്ട് മണ്ണ് ചികഞ്ഞു മാറ്റുകയാണ്. പിൻകാലുകളിൽ കുത്തി മുൻകാലുകൾ ഉയർത്തി അവ ചാടുന്നുമുണ്ട്. അവിടെ നിന്നും പൊട്ടിച്ചോടുവാൻ വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത്. അതിനർത്ഥം ആ കടുവ അതിനരികിൽ എവിടെയോ ഉണ്ട്. അവരെ ഇപ്പോൾ കൃത്യമായി നിരീക്ഷിക്കുകയായിരിക്കാം. അപകടം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറുന്നത്. ഞങ്ങൾ ചുറ്റുപാടും നോക്കി. എന്നാൽ ആ ഇരുട്ടിൽ ഞങ്ങൾക്കൊന്നും കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആൽബർട്ടിനോട് അഭിപ്രായം തിരക്കി. കുതിരകളെ വെച്ചുകൊണ്ട് ഒരു സാഹസിക പ്രകടനത്തിന് തുനിയണ്ട എന്ന തന്നെയായിരുന്നു ആൽബർട്ടിൻ്റെ അഭിപ്രായം. ആൽബർട്ടിൻ്റെ അഭിപ്രായം ഞാൻ മുഖവരിക്കെടുത്തുകൊണ്ട് കുതിരകളുടെ മുന്നിൽ കണ്ട ആ ഇരുട്ടിലേക്ക് ഞങ്ങൾ നിറയൊഴിച്ചു. ഒരു തവണയല്ല, 3 തവണ നിറയൊഴിച്ചു. ഓരോ തവണയും തിര പായുമ്പോൾ ആ ഗ്രാമത്തിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് അത് ആ ഇരുട്ടിലേക്ക് പോകുന്നത്. ഒരു തീപ്പൊരി തെറിച്ചു പോകുന്നത് പോലെ. ഒരു മിന്നൽ പിണർപ്പ് എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നു കൊള്ളുന്നത്, അതുപോലെ തന്നെയാണ് ആ ഇരുട്ടിലേക്ക് ആ തിര തുളച്ചു കയറിയത്. പിന്നീട് എല്ലാം ശാന്തമായിരുന്നു. കടുവ ഇപ്പോൾ അരികിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയന്ന് ഇപ്പോൾ തന്നെ വനത്തിലേക്ക് വാലും ചുരുട്ടി ഓടിക്കാണുമെന്ന് ആൽബർട്ട് പറഞ്ഞു. സത്യമായിരുന്നു. പിന്നീട് കുതിരയുടെ ഭാഗത്തു നിന്നും അസ്വസ്ഥതകളോ വലിയ ശബ്ദങ്ങളോ ഒച്ചകളോ ഒന്നും ഉണ്ടായില്ല. അവർ ശാന്തമായി തന്നെ ആ തൊഴുത്തിൽ നിന്നു. നേരം പുലരുവാൻ വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. എവിടെയാണ് ആ കടുവ നിന്നതെന്നും ഞങ്ങൾ എവിടെയാണ് നിറയൊഴിച്ചതെന്നും അറിയാനുള്ള കൗതുകം എനിക്കുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി 3 വെടിയൊച്ചകൾ അവിടെ ഉയർന്നതോടെ ഗ്രാമം ഉണർന്നു. ഗ്രാമത്തിൽ നിന്നും ഒരു സംഘം ആളുകൾ തീപ്പന്തങ്ങളുമായി ഞങ്ങളുടെ കൂരയിലേക്ക് ഓടിയെത്തി. വാതിൽ മുട്ടി കാര്യം എന്താണെന്ന് തിരക്കി. ഞങ്ങൾ പുറത്തിറങ്ങി ഉണ്ടായ സംഭവം എന്താണെന്ന് അവരോട് പറഞ്ഞു. അതുവരെ ഗ്രാമത്തിലെ ആളുകൾ പ്രതീക്ഷിച്ചത് ആ കടുവയുടെ കഥ തീർന്നു എന്നാണ്. എന്നാൽ അവിടെ ഉണ്ടായത് എന്താണെന്ന് അറിഞ്ഞപ്പോൾ അവർ ശരിക്കും നിരാശരായി. സങ്കടത്തോടെ ആയിരിക്കണം അവർ ഓരോരുത്തരും അവരുടെ കുടിലിലേക്ക് മടങ്ങിയത്. എന്നാൽ ഒരു കാര്യത്തിൽ അവർക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ രാത്രിയിൽ സമാധാനമായി അവർക്ക് ഉറങ്ങാം. നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഇരുവരും പുറത്തേക്കിറങ്ങി ചുറ്റുപാടും പരിശോധിച്ചു. അങ്ങനെ പരിശോധനയിൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ നിറയൊഴിച്ച ഭാഗത്തു നിന്നും കുറച്ചുകൂടി മാറി ഒരു കടുവ നിന്നതിൻ്റെ കാലയടയാളങ്ങളായിരുന്നു. അതെ, വനമിറങ്ങി പതിയെ കുതിരയെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ട് അവിടെ പതുങ്ങിയിരിക്കുകയായിരിക്കണം അവൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടേക്ക് നിറയൊഴിച്ചത്. വെടിയൊച്ച കേട്ടതും അവിടെ നിന്നും അവൻ തിരിഞ്ഞ് വനത്തിലേക്ക് ഓടി. അതിൻ്റെ പാടുകൾ വളരെ വ്യക്തമായി തന്നെ അവിടെ കാണാൻ സാധിച്ചു. ഇനിയും ഒരു കാര്യം അറിയണം, അവൻ ഈ ഗ്രാമത്തിലേക്ക് ഇനിയും മടങ്ങി വരുമോ അതോ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി കാണുമോ എന്ന്. തലേന്ന് രാത്രിയിൽ അത്രയും വലിയ സ്ഫോടന ശബ്ദവും ആ തീപ്പൊരിയെല്ലാം കണ്ടപ്പോൾ ഒരു പക്ഷേ ഈ ഗ്രാമം ഉപേക്ഷിച്ച് ആ കടുവ ഓടിപ്പോയിരിക്കാനാണ് സാധ്യത. അങ്ങനെ അവൻ ഭയന്നിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇന്ന് രാത്രിയിലും ഈ ഗ്രാമത്തിലേക്ക് അവൻ വരും. ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും 2 പേരെ കൂട്ടി ആദ്യം കടുവ ആക്രമിച്ച ആ പുഴയുടെ അരികിലേക്ക് പോയി. അവിടെ നിങ്ങൾ എന്താണ് കണ്ടതെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്നും അവരോട് തന്നെ ചോദിച്ചു. അതിനുശേഷം രണ്ടാമത് പോയത് ആ പുൽമൈതാനിയുടെ അരികിലേക്കാണ്, ആ ഇടയനെ കടുവ പിടിച്ച സ്ഥലത്തേക്ക്. അവിടെയും പോയി സംഭവം നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അതിനുശേഷം ഏകദേശം ഉച്ച കഴിഞ്ഞോടെ തിരികെ ഗ്രാമത്തിലേക്ക് വന്നു. കടുവയെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഗ്രാമത്തിൻ്റെ സമീപം എല്ലാം അരിച്ചു പെറുക്കി. തലേന്ന് രാത്രിയിൽ കണ്ട കാൽപ്പാടല്ലാതെ മറ്റൊരു കാൽപ്പാടും അവിടെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി കുറച്ച് ആളുകൾ ഞങ്ങളുടെ കുടിലിൻ്റെ അരികിലേക്ക് വന്നു. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും സംസാരങ്ങളെല്ലാം സംസാരിച്ച് രാത്രി അല്പം വൈകിയാണ് ഞങ്ങൾ വീണ്ടും കടക്കുവാൻ വേണ്ടി പോയത്. അന്നത്തെ രാത്രിയിൽ അവിടുത്തെ ആളുകൾക്ക് ഉറപ്പായിരുന്നു ആ കടുവ വരില്ല എന്ന്. അതുകൊണ്ടാണ് അവർ അത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. അവരുടെ ചിന്തകളും നിഗമനങ്ങളും എല്ലാം ശരിയായിരുന്നു. ആ കടുവ അന്നത്തെ രാത്രിയിൽ അവിടേക്ക് വന്നില്ല എന്നതിൻ്റെ അർത്ഥം ആ കടുവ ഇനിയും ഇവിടേക്ക് വരില്ല എന്നല്ല. വരും. ഒരു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്കപ്പുറമായിരിക്കാം. ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്കപ്പുറവും അവൻ ഇവിടേക്ക് വന്നെന്ന് വരാം. അപ്പോഴാണ് തലേന്ന് രാത്രിയിൽ ഞങ്ങൾ കാണിച്ചതിൻ്റെ മണ്ടത്തരം എന്തുമാത്രം വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഏകദേശം 2-3 ദിവസങ്ങൾ ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെലവഴിച്ചു. ആ കടുവയെപ്പറ്റിയുള്ള യാതൊരു വിവരവും ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി അങ്ങ് അകലെ മറ്റൊരു ഗ്രാമമുണ്ട്. ചിസാപാനി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ചിസാപാനിയിൽ നിന്നും ഞങ്ങളൊരു വിവരം അറിഞ്ഞു. 2-3 ദിവസം കൊണ്ട് ഒരു കടുവ രാത്രിയിൽ ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നും
ഗ്രാമത്തിലെ ഒരു കന്നുകാലിയെ ഇതിനോടകം പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്തയായിരുന്നു അത്. അതിൽ നിന്നും ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ നിന്നും കടുവ ഭയന്നോടിയത് ആ പ്രദേശത്തേക്കാണ്. അവനിപ്പോൾ അവൻ്റെ ടെറിട്ടറി മാറ്റിയിരിക്കുന്നു. അവൻ്റെ ലക്ഷ്യം ഇനിയും ചിസാപാനിയിലുള്ള ആളുകളാണ്. ഇനിയും ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയും ഞങ്ങൾ അവിടേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ അധികം കാത്തു നിൽക്കാതെ ഞങ്ങളുടെ കുതിരകളിൽ കയറി ഞങ്ങൾ ചിസാപാനി എന്ന ഗ്രാമത്തിലേക്ക് പോയി. ഉച്ചയായപ്പോഴേക്കും ചിസാപാനി എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങൾ എന്തിനാണ് ആ ഗ്രാമത്തിലേക്ക് വന്നതെന്ന് പറയാൻ തുനിയുന്നതിന് മുന്നേ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കടുവയെ പിടിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിയ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ കടുവ ഇത്രയും വേഗം ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങൾ സഹായിക്കണം. ഈ കടുവയെ കൊന്നു തരണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഒരു ജീവനും നഷ്ടപ്പെട്ടിട്ടില്ല. അതിനർത്ഥം ഇനിയും ആരെയും അവൻ കൊല്ലില്ല എന്നല്ല. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഭയന്ന് ജീവിക്കുവാൻ താല്പര്യമില്ല. ഈ കടുവയുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് മാത്രമായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഗ്രാമത്തലവനും ഞങ്ങളോട് പറയുവാനുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇരുവർക്കും താമസിക്കുവാൻ വേണ്ടി ഒരു കുടിൽ അവർ തയ്യാറാക്കി തന്നു. കുടിലിൻ്റെ മുന്നിലായി ഞങ്ങൾ കുതിരകളെ ബന്ധിക്കുകയും ചെയ്തു. അതായത് ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കുതിരകളെ കാണാൻ പാകത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ കെട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാമത്തിൽ എന്താണോ സംഭവിച്ചത്, ഇന്ന് ഈ രാത്രിയിലും അത് തന്നെയാണ് ഈ ഗ്രാമത്തിലും സംഭവിച്ചിരിക്കുന്നത്. അതെ, കുതിരകൾ വല്ലാതെ കരയുവാൻ തുടങ്ങി. ഒരു നരഭോജിയായ മൃഗത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എവിടെ നിന്നുമാണ്? എന്നാൽ അന്നത്തെ രാത്രിയെപ്പോലെയല്ല ഇന്ന്. നിലാവിന് നല്ല പ്രകാശമുണ്ട്. ചുറ്റുപാടുമുള്ളവ അവ്യക്തമെങ്കിലും കാണുവാൻ കഴിയും. ഞങ്ങൾ ചുറ്റുപാടും സൂക്ഷ്മമായി നോക്കി ജനാലയിലൂടെ. കുതിര നിൽക്കുന്നിടത്തു നിന്നും കുറച്ചു ദൂരം മാറി ഒരു നിഴൽ അനങ്ങുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പതിയെ എൻ്റെ റൈഫിൾ എടുക്കുകയും ആ ഇരുട്ടിലേക്ക് ചൂണ്ടി നിറയൊഴിക്കുകയും ചെയ്തു. കൃത്യമായി ആ തിര വന്ന് ആ നിഴലിൽ തറച്ചതും അവിടെ നിന്നും ഉഗ്രമായ ഒരു ഗർജനം കേട്ടു. ആ ഗ്രാമത്തെ വിറയൽ കൊള്ളിക്കുവാൻ ആ ഒരു ഗർജനം തന്നെ ധാരാളമായിരുന്നു. രണ്ടാമത് ഞാൻ തോക്കെടുത്ത് നിറവെക്കുന്നതിന് മുന്നേ തന്നെ അത് തിരിഞ്ഞ് വനത്തിലേക്ക് ഓടി. വനത്തിലേക്ക് പോകുമ്പോഴും അത് ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഒച്ച അവസാനിച്ചപ്പോൾ എല്ലാം ശാന്തമായി. വനവും ശാന്തമായി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്ന് നോക്കി. ഇത്തവണ കൃത്യമായി തിര അതിൻ്റെ ശരീരത്തെ തറഞ്ഞു കയറി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അവിടെ കണ്ട രക്തത്തിൻ്റെ പാടുകൾ ഞങ്ങളെ നയിച്ചത് അത് ഓടിപ്പോയ ഭാഗത്തേക്കായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തായ ആൽബർട്ടും കൂടി ആ കടുവയെ അന്വേഷിച്ച് അതിൻ്റെ പാതകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോയി. എത്ര ആഴത്തിലാണ് തിര തറച്ചു കയറിയതെന്നോ അതിൻ്റെ എവിടെയാണ് തറച്ചു കയറിയതെന്നോ മനസ്സിലായില്ല. വനത്തിലൂടെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 1 മൈൽ അടുക്കാറായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ താഴെ വേരുകൾക്കിടയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടേക്ക് പോയി ഒന്ന് പരിശോധിച്ച് നോക്കി. കടുവ അല്പസമയം ഇവിടെ വിശ്രമിച്ചതിൻ്റെ എല്ലാ പാടുകളും ഞങ്ങൾക്ക് അവിടെ നിന്നും കാണുവാൻ കഴിഞ്ഞു. അവിടെ രക്തം ഒഴുകി കട്ട പിടിച്ചതിൻ്റെ പാടാണ് കണ്ടത്. പിന്നെ അവിടെ നിന്നും ഇറങ്ങി കടുവ നടന്നു പോയപ്പോൾ അതിൻ്റെ പുറവെ രക്തം ഇറ്റിറ്റിപ്പോയ പാടുമുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. തലേന്ന് രാത്രിയിൽ ഉതിർത്ത തിരയുണ്ടല്ലോ, ആ കടുവയുടെ ശരീരത്തിൽ മാരകമായ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ശ്വാസകോശത്തിലേക്കായിരിക്കാം ആ തിര തറച്ചു കയറിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ആ കടുവ എവിടെയെങ്കിലും വീണ് ഇതിനോടകം ചത്ത് കാണണം. കടുവ ചത്ത് കാണും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു നീങ്ങി. കുറച്ചുകൂടി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കടുവയുടെ ശരീരം ഞങ്ങൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതുവഴി കടന്നു പോകുന്ന ഒരു നീർച്ചാലിൻ്റെ അരികിൽ അത് അനക്കമറ്റ് അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകിയ ആ നീർച്ചാലിലേക്ക് പോയ പാട് ഇപ്പോഴും കാണാൻ കഴിയും. എന്നാൽ ആ നീർച്ചാലിൽ ഇപ്പോൾ രക്തത്തിൻ്റെ മയമില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. അതിനർത്ഥം തലേന്ന് രാത്രി തന്നെ ഇത് ഇവിടെ വീണ് ചത്തു എന്നതാണ്. ഞാനും ആൽബർട്ടും പതിയെ അവിടെ കിടന്ന ആ കടുവയുടെ അരികിലേക്ക് ചെന്നു. അതിനെ ഒന്ന് പരിശോധിച്ചു. അതിൻ്റെ ശരീരം ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ്. അതെ, ആ കടുവ ചത്തിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി കഴിഞ്ഞിരിക്കുന്നു. ആൽബർട്ട് എന്നെ ഒന്ന് നോക്കി. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇത്രയും വേഗത്തിൽ ഇത്രയും എളുപ്പത്തിൽ ഈ കടുവയെ കൊല്ലാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും മറ്റൊന്നായിരുന്നു. അവനെ പിടിക്കുവാൻ വേണ്ടി ഇരവയ്ക്കുന്നു, നമ്മൾ മച്ചാൽ കെട്ടുന്നു, കാത്തിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഒരു നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വരുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ചിന്തകൾ. എന്നാൽ ഇതിപ്പോൾ എൻ്റെ ചിന്തകൾക്കെല്ലാം അപ്പുറമായി കഴിഞ്ഞിരുന്നല്ലോ.
ഇത്രയും നിസാരമായി ഒരു നരഭോജിയെ കൊല്ലാൻ കഴിയുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അയാളെ തോളിൽ തട്ടി. എല്ലായ്പ്പോഴും ഭാഗ്യം നമ്മളെ പിന്തുണയ്ക്കണമെന്നില്ല. ഒരുപക്ഷെ മാസങ്ങളോളം ഒരു കടുവയുടെ പിന്നാലെ നടന്നെങ്കിൽ മാത്രമേ അതിനെ കൊല്ലാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടും കൊല്ലാൻ സാധിക്കും. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ്. ഗ്രാമത്തിലെ ആളുകളുടെ ഭാഗ്യം കൊണ്ട് ആ കടുവ വീണ്ടും നമ്മുടെ കുതിരകളെ ആക്രമിക്കുവാൻ വന്നു. എൻ്റെ നിഗമനത്തിൽ ഇതൊരു നരഭോജിയായ കടുവയല്ല, ഇതൊരു കന്നുകാലി പിടിയനാണ്. കന്നുകാലി പിടിക്കുവാൻ വരുന്ന സമയത്ത് തടസ്സം നിൽക്കുന്ന മനുഷ്യരെ ആയിരിക്കാം അത് കൊല്ലുക, അത് കൊന്നു വലിച്ചിടിച്ചു കൊണ്ട് പോകുക. ഒരുപക്ഷെ അത് ഭക്ഷിച്ച് കാണില്ല. അവൻ കൊന്ന 2 പേരുടെ ശരീരവും വനത്തിനുള്ളിലേക്ക് വലിച്ചിടിച്ചു കൊണ്ട് പോയതായിരിക്കാം. അതിപ്പോൾ അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗം ഇതിനോടകം തന്നെ അത് ആഹാരമാക്കിയിരിക്കാം. മനുഷ്യരെ കൊന്നു എന്ന് പറയുന്ന 2 സംഭവങ്ങൾ നടന്നിട്ട് ഇന്ന് 1-2 മാസമായിരിക്കുന്നു. പിന്നീട് അവനൊരു മനുഷ്യർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിട്ടുമില്ല. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.